ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ചിക്കൻ കറി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അതിനായി 1.5 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഒരു വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി ചതച്ചത്. ഇതിൽ വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടത്. ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ചതച്ചത്, കുറച്ച് കൊച്ചുള്ളി, ഒരു 1/2 കപ്പ് കൊച്ചുള്ളി, കുഞ്ഞുള്ളി, ഒരു 5 ഉള്ളി സവാള അരിഞ്ഞത്, ഒരു 2 തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 2 കറിവേപ്പില, ഒരു 4 പച്ചമുളക് കീറിയത്, ലാസ്റ്റ് ചേർക്കാനായി മല്ലിയില, വെളിച്ചെണ്ണ, ഉപ്പ്, വെള്ളം ആവശ്യത്തിന്, മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ലേശം കുരുമുളക് പൊടി, പിന്നെ ഒരു നാരങ്ങയുടെ നീര് നമുക്ക് ചേർക്കണം. പിന്നെ ലാസ്റ്റ് കുറച്ച് കാഷ്യൂ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പേസ്റ്റ് അരച്ചെടുത്ത് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് മല്ലിയില ലാസ്റ്റ് ചേർക്കണം. ഇനി ഈ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കടായി അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. കടായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു 2 കറിവേപ്പില, 4 പച്ചമുളക്, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മൂക്കട്ടെ. വെളുത്തുള്ളിയൊക്കെ ചെറുതായി ഒന്ന് വാടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുഞ്ഞുള്ളി ചേർക്കാം. അതും ഇതോടൊപ്പം ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് വാടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സവാളയും കൂടെ ചേർക്കാം. അതുകൊണ്ട് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയ ശേഷം അടച്ചു വെച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ജാറെടുത്ത് കാഷ്യൂ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. കാഷ്യൂ നല്ല പേസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. തുറക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ ചെറുതായൊന്ന് വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരച്ച് ചേർക്കണം. സൈഡിലാക്കിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണിത്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ പൊടിയെല്ലാം ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയെല്ലാം കൂടെ ചേർത്ത് ഉള്ളിയെല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റാം. പച്ചമണം മാറുന്ന വരെ വഴറ്റാം. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. അതും ഇതോടൊപ്പം മിക്സ് ചെയ്യാം. വെച്ച് കുറച്ച് നേരം വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴലട്ടെ. അടപ്പൊന്ന് തുറക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ഇളക്കി കൊടുക്കാം.
ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു തള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ നിന്നല്ലൊക്കെ വെള്ളം വരട്ടെ. അടപ്പൊന്ന് തുറക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം ഒരു നാരങ്ങയുടെ നീരും ഇപ്പോൾ ചാനൽ ചേർക്കാം. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചൊരു 8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. തുറക്കാം. കറിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ചത് വേവിച്ചെടുക്കാം. അടപ്പൊന്ന് തുറക്കാം. നമുക്ക് ലാസ്റ്റ് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കിയ ശേഷം കാഷ്യൂ പേസ്റ്റും കൂടെ ചേർക്കാം. കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കേരള സ്റ്റൈൽ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് വെള്ളോട്ട് മാറ്റാം. ലാസ്റ്റ് നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. തുറക്കാം. കേരള സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. പെട്ടെന്നൊരു കേരള സ്റ്റൈൽ ചിക്കൻ കറി. പെട്ടെന്നൊരു കേരള സ്റ്റൈൽ ചിക്കൻ കറി റെഡി.